സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ ആഞ്ജനേയ സ്വാമിയേ ശരണം. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. എറണാകുളം ജില്ലയിലെ കുമ്പളം എന്ന ഗ്രാമത്തിലെ സഞ്ജീവനി പൂജാമഠത്തിൽ കഴിഞ്ഞ 3 വർഷങ്ങളായി നടന്നു വരുന്നതായ പൗർണമി പൂജ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 19-ാം തീയതി തിങ്കളാഴ്ച 3-ാം വർഷം പൂർത്തിയാവുകയാണ്. അന്ന് വിശേഷാൽ 12,000 പുഷ്പാഞ്ജലിയോടുകൂടിയാണ് അന്നത്തെ പൗർണമി പൂജ നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ പൗർണമി പൂജയിൽ നിന്ന് വരുന്നതായ മുഴുവൻ ധനവും നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായമായിട്ടും, കൂടാതെ ഭർത്താവില്ലാത്ത അമ്മമാർക്ക് അമ്മയ്ക്കൊപ്പം പെൻഷൻ പദ്ധതിയിലൂടെ എല്ലാ മാസവും പെൻഷൻ തുകയും കൊടുത്തു വരുന്നു. 4-ാം വർഷത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് നമ്മളെ എല്ലാവരും നടുക്കിക്കൊണ്ട് കേരളത്തിൻ്റെ തന്നെ ഒരു ഭാഗമായ വയനാട് ഒരു വലിയ ദുരന്തമുണ്ടായത്. അപ്പോൾ ഈ 3-ാം വാർഷിക ദിവസം വരുന്നതായ തുക സാധാരണ കൊടുത്തു വരുന്നത് പോലെ തന്നെ ചികിത്സാ സഹായവും പെൻഷൻ പദ്ധതിയും കൊടുക്കുന്നതിന് പുറമേ കൂടുതലായി കിട്ടുന്ന തുക മുഴുവനും വയനാടിനൊപ്പം എന്ന ഒരു പദ്ധതിയിലേക്ക് മാറ്റി സമർപ്പിക്കുകയാണ്. 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ 3 വർഷങ്ങളിലായി നമ്മൾ ഏകദേശം പൗർണമി പൂജയിൽ നിന്ന് മാത്രമായി 188 പേർക്കാണ് ചികിത്സാ സഹായമായിട്ട് കൊടുത്തിട്ടുള്ളത്. മറ്റുള്ള പൂജകളിൽ നിന്ന് കിട്ടുന്ന ധനം കൊടുത്തത് കൂടാതെ അത് ആ 188 പേർക്കായി 20,87,000 രൂപയാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചത്. കൂടാതെ പെൻഷൻ പദ്ധതി കഴിഞ്ഞ 1 വർഷത്തിലേറെയായി നടന്നു വരുന്നു. അമ്മയ്ക്കൊപ്പം പെൻഷൻ പദ്ധതിയിലൂടെ 3,50,000 രൂപ നമുക്ക് എല്ലാ അർഹരായ അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ ആകെ 3 വർഷത്തെ പൗർണമി പൂജയിൽ നിന്ന് മാത്രം, ഞാനത് എടുത്തു പറയാൻ കാരണം, അതിനിടയിൽ നമ്മൾ ധാരാളം യജ്ഞങ്ങളും പൂജകളൊക്കെ ചെയ്ത് ഒട്ടനവധി രോഗികളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. അതിന് പുറമെ പൗർണമി പൂജയിൽ നിന്ന് മാത്രമായി ഈ 3 വർഷത്തിൽ നമുക്ക് 24,37,000 രൂപ സഹായിക്കാൻ സാധിച്ചു. നിങ്ങളുടെ ഏവരുടെയും ഒരേ മനസ്സോടെയുള്ള ആ ഒരു ആത്മസമർപ്പണമാണ് ഇത് ഇങ്ങനെ എത്തിക്കാൻ സാധിച്ചത്. അതിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. 2 ഭഗവാന്മാരും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഓഗസ്റ്റ് 19-ാം തീയതി നടക്കുന്ന പൗർണമി പൂജയിൽ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ ബന്ധുക്കളേക്ക് ഇതിലേക്ക് ആക്കിക്കൊണ്ട് നമ്മുടെ വയനാട്ട് ദുരന്തം അനുഭവിക്കുന്ന ആ അർഹരായ അവരുടെ കൈകളിലേക്ക് എത്തിക്കാനുള്ള ഒരു സഹായം കൂടി ഈ പൗർണമി പൂജയിലൂടെ ചെയ്യാനുള്ള ആഗ്രഹം നിങ്ങൾ സഫലീകരിക്കണം. അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. കൂടാതെ എടുത്തു പറയേണ്ട ഒരു വിശേഷം, കഴിഞ്ഞ 5-6 മാസങ്ങളായി ഞങ്ങൾ വളരെ വീർപ്പുമുട്ടുകയാണ്. കാരണം ഇപ്പോഴും ഏകദേശം 50-നോട് അടുത്ത് അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. അതിൽ പല രോഗികളും ഇന്നും ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടിലാണ് അവരെല്ലാവരും. ഒന്നും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നാളിതുവരെ നിങ്ങളെല്ലാവരും ചെയ്തു പോകുന്നതായ സഹകരണങ്ങൾക്ക് പുറമെ കൂടുതൽ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഈ പൂജാ പദ്ധതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങളൊരു പരിശ്രമം നടത്തണം. ഇതൊരു വലിയ വിജയമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ ആളുകളിലേക്ക് സഹായം എത്തിക്കാൻ സാധിക്കണം. കാരണം ഇന്ന് വളരെ ചുരുക്കം സ്ഥലങ്ങളിലാണ് ഇങ്ങനെ ഒരേ സമയത്ത് തന്നെ നമുക്ക് ഒരു വ്യക്തി എന്തെങ്കിലും ആത്മസമർപ്പണം നടത്തിയാൽ, ഒരു കാണിക്ക് ആത്മസമർപ്പണം നടത്തിയാൽ ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ന്യൂനതയും വരുത്താതെ, ഒരു കുറവും വരുത്താതെ അർച്ചനയും പൂജകളും ചെയ്തുകൊണ്ട് ആ തുക അർഹരായ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളിലാണ്. നമ്മൾ എത്ര പേരുകൾ വന്നാലും ഏകദേശം 600-700 പേരും നക്ഷത്രവും എല്ലാ മാസവും വരുന്നുണ്ട്. പക്ഷെ നാളിതുവരെ ഒരാളുടെ പേരും നക്ഷത്രം പോലും വിട്ടുപോകാതെ എല്ലാവരുടെ പേരും നക്ഷത്രവും പാരായണം ചെയ്ത് പേരും നക്ഷത്രവും വായിച്ചുകൊണ്ട് സഹസ്രനാമാർച്ചന ഉൾപ്പെടെ നമുക്ക് നടത്താൻ സാധിക്കുന്നത് തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏവരുടെയും സഹകരണം ഇനിയും കൂടുതൽ ഉണ്ടാവണം. സാധിക്കുന്ന ഈ വീഡിയോ കണ്ട് ദൂരെ നിന്നുള്ള ആളുകൾ സാധിക്കുന്ന മുറയ്ക്ക് ഈ ക്ഷേത്ര ദർശനമൊന്ന് നടത്തണം. ഇവിടുത്തെ 2 ദേവന്മാരെ ഒന്ന് കാണണം. കണ്ടുപോയിട്ടുള്ള ആരും തന്നെ പിന്നീട് വരാതിരുന്നിട്ടില്ല.
അത്രയ്ക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ എല്ലാവർക്കും അവർക്ക് അനുഭൂതി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും ഇനിയുള്ള ദിവസങ്ങളിലുള്ള ഇവിടുത്തെ എല്ലാ ഉദ്യമങ്ങളിലേക്കും സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതുവരെ ചെയ്ത ഈ ഭീമമായ തുക സമർപ്പിക്കുവാൻ സാധിച്ചതിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം നിന്നതിന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും നിങ്ങളുടെ തൊഴിലിനെയും ആരോഗ്യത്തെയും എല്ലാം സംരക്ഷിച്ചുകൊണ്ട് എല്ലാ ദേവന്മാരും വിശേഷിച്ച് ദുർഗാ പൂജയ്ക്ക് നടത്തുന്ന ആ പരമേശ്വരിയുടെയും അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.